ഹൈമവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ പോലെ നല്ല ഇന്നത്തെ പോലെയല്ല. ഇന്ന് ഉള്ളിയുണ്ട് മുളച്ചിട്ട്, പിന്നെ വെളുത്തുള്ളി വെല്ലുള്ളിയും കൂടി മുളച്ചിട്ട്, ഇതിപ്പോൾ ഞാനിപ്പോൾ ചിരട്ടയിൽ നടാനാണ് ഒന്ന് കാണിച്ചു തരുന്നത്. കണ്ടോ, ഉള്ളി മുളച്ച് നല്ലപോലെ അടിയിലേക്ക് ഒരു മുള വന്നിട്ടുണ്ട്. കണ്ടോ, വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 5-6 ഉള്ളിയുണ്ട്. കേട്ടോ, മുള വന്നിട്ടുണ്ടോ, തിരി വരുന്നുണ്ട്. ഇതേതായാലും നെട്ട് കൊടുത്ത കാണിച്ചിട്ടാണ്. അതായത് തിരി വരുന്നുണ്ട്. വേണ്ട മുള വന്നിട്ട് ഇതേതായാലും ഒന്നുകൂടെ നെട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് നടാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ 2-3 വെളുത്തുള്ളിൻ്റെ ഇതുണ്ട്. അത് അടലാക്കി അടിച്ചിട്ട് നടുവാൻ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ചിരട്ടയിലാണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ടയിലാണ് ഞാൻ നടാൻ പോകുന്നത്. വേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ടയിൽ. ഇതിപ്പോൾ എങ്ങനെയാണ് നടുന്നത് വെച്ചാൽ, ഇതിൽ ഞാൻ കുറച്ച് അടിയിൽ കുറച്ച് ഇത് ഇടുക. ഇപ്പം പ്രോട്ടീൻ മിക്സ് ചെയ്താണ് നടുന്നത്, അതിനകത്താണ് നടുന്നത്. ഞാനെല്ലാം പ്രോട്ടീൻ മിക്സത്തിൽ മാത്രമേ നടലില്ല. അതിന് വളമൊന്നും ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇതാണ് പ്രോട്ടീൻ മിശ്രിതം. ഇതിനകത്താക്കിയിട്ട് പിന്നെ ഇതെല്ലാവർക്കും നട്ടാൽ എല്ലാവർക്കും അവനവൻ്റെ ആവശ്യത്തിനുള്ള ഉള്ളി നമുക്ക് എടുക്കാൻ കഴിയും. കൂടുതൽ നട്ടാൽ കൂടുതലാവും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം കിട്ടും, അത്ര തന്നെ. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇതിപ്പോൾ നടാൻ നോക്കട്ടെ. ഇത് വലിയ ചിരട്ടയാണ്, 5 ഉപ്പിൻ്റെ ചിരട്ടയിൽ. ഈ കുറച്ചിട്ടു, അതിനകത്ത് അടിയിൽ കുറച്ചിട്ടു. അതിൻ്റെ മേലെ കുറച്ച് തോല് ഇതാ, ഇത് കണ്ടില്ലേ, ഈ ചീഞ്ഞ തോലാണ്. ഇത് കുറച്ച് ഇതും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഇതും പാടില്ല. കേട്ടാ, പ്രോട്ടീൻ മിശ്രിതമാക്കി വെച്ചത്. ഇതെല്ലാ വളങ്ങളും ഉണ്ട് ഇതിൽ, കുമ്മായ മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്രയേ വേണ്ട. ഇതിപ്പോൾ കണ്ടോ, ഞാൻ എത്ര പല നിറച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെല്ലുള്ളി കണ്ട, ഇത് കണ്ടില്ലേ, ഇത് കണ്ട ഉള്ളി മുളച്ചത്. ഇത് ഞാൻ ഇതിൻ്റെ നടുക്ക് നട്ട് കൊടുക്കട്ടെ. ഇപ്പം ഇങ്ങനെ നട്ടിട്ട് വെളിയിങ്ങനെ വെക്കാം. ഇതൊരു ചെറിയ കുണ്ട് കൊത്തിയിട്ട് ആ കുണ്ടിൻ്റെ അകത്ത് എടുത്ത് വെക്കണം. എന്നിട്ട് ആകണം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ലേശം ഈ വളവും കൂടിയിൽ ഇട്ട് കൊടുത്താൽ സീമക്കൊന്ന് നല്ല പച്ചച്ചാണത്തിന് സമാധാനം. അത് അമ്മിയും അതിനിടയ്ക്ക് കൊത്തിയിട്ടതാണ്. എന്താ തൽക്കാലം ഇതിവിടെ ഇതിങ്ങനെ വെക്കാൻ ഇഷ്ടം. ഇല്ലേ, ഇത് രണ്ടാമത്തെ ഇതൊന്ന് നട്ടേ. ഇത് ഉള്ളി വാടുണ്ട്. ഇതിങ്ങനെ ഓരോന്നായിട്ട് അടച്ചിട്ടാണ് നട്ടത്. അത് വിട്ടുപോയി പോകും. അപ്പോൾ അന്നേരം എന്താ, ഇത് പൊട്ടാണ്ട് അടത്തിയെടുക്കണം. കണ്ടില്ലേ, എന്താ ഇതുപോലെ അടത്തിയെടുക്കണം. ഇത് വെളുത്തുള്ളിയാണേ, ഇത് വെളുത്തുള്ളിയാണ് ഇടുന്നത്. കണ്ടില്ലേ, ചെറുങ്ങനെ മുള വരുന്നേ ഉള്ളൂ. എന്നാലും ഇത് നമുക്ക് നട്ടു കൊടുക്കാമല്ലോ. അതാണ് ഇപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുക്കുക. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലും 10 ഉള്ളി കിട്ടിയാലേ നമുക്ക് നല്ല രുചിയുള്ളൊരു സാധനം കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ ഇതിന് 3 കണ്ണുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിന് 3 കണ്ണ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞല്ലേ ഇതിൽ നട്ടതാണ്. ഉണ്ടല്ലേ, ഇതിന് 3 കണ്ണ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇടാം, അല്ല 3 അല്ല 4 കണ്ണ്. ഇതാ 4 കണ്ണും 5 കണ്ണ്, 4 കണ്ണാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, 2 സൈഡിലും.
ഇതേപോലെ ആക്കിയിട്ടാണ് നടുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ കുറച്ചും കൂടി ഇതിങ്ങനെ ആക്കി നട്ടിട്ട് നമ്മൾ ഇവിടെ നടുക. കണ്ടാ, ഇപ്പോൾ തൽക്കാലം മഴയത്ത് വെക്കണ്ട. മഴയത്ത് വെച്ചാൽ ഇത് നമുക്ക് തൽക്കാലം ഇതിനകത്ത് തന്നെ വെക്കാം. അധികം പെരുമഴ വന്നിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് പെരുമഴ കൊള്ളാണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കാം. അതിനാണ് കണ്ടില്ലേ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഒരു കുണ്ടു ഇങ്ങനെ ഒരു ആണി കുണ്ടു കൊത്തിയിട്ട് കുണ്ടിൻ്റെ അകത്ത് വെക്കണം. ഇത് പൊളിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് നിൽക്കൂല. അടി ഉരുണ്ടതായതുകൊണ്ട് നിൽക്കൂല. കുറേ ഇതും വാരിയിട്ട് ഇതൊരു വളമാണ്, അത്രയല്ലേ ആ ഉള്ളിക്ക് വേണ്ടു. അതിന് കണക്കായിട്ടുള്ള വളം കൂടിയാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ എത്ര അതെല്ലാം തെറ്റ് എല്ലാ കൃഷിയും നമുക്ക് ഇതിനെക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഇതെല്ലാവരും ഇതേപോലെ ചെയ്താൽ നമുക്ക് വേണ്ടുന്ന സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10 ബാഗിലെങ്കിലും നടാനുള്ള ആ ഒരു ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതില്ലേ, ഞാനിപ്പോൾ ഇതിപ്പം കുറേ നട്ടു, അത് പൊട്ടിപ്പോയി. ഉണ്ടല്ലോ, അത് അപ്പുറത്ത് വീണ്ടും പൊട്ടിപ്പോയി. ഇപ്പോൾ കണ്ടല്ലോ നടന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾ ഉള്ളി നട്ടിട്ട് കണ്ടല്ലോ. ഇത് കണ്ട ഉള്ളി ഞാൻ ചിരട്ടയിൽ നട്ട് വെച്ച ഉള്ളി കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ, ചിരട്ടയിൽ അരുവിലവിടെ വെച്ചിട്ടുണ്ട്. കണ്ടാ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നടാനുണ്ട്. അത് ഞാൻ നട്ടിട്ട് നിങ്ങൾക്ക് വയ്യ കാണിച്ചു തരാം. ചിരട്ടയിലെ ഉള്ളി കൃഷി നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഉള്ളി നട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ട തിരി വരുന്നേ ഉള്ളൂ. 1-2 തിരി മേലോട്ട് വന്നിട്ടുള്ളത്. അതെല്ലാം തിരി വന്നതാണ്. അങ്ങനെ കുറേ ഇങ്ങനെ തിരി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നേ ഉള്ളൂ. കണ്ട ഇതാ ചിരട്ടയിലെ ഉള്ളി കൃഷി ഞാനിങ്ങനെ കൊളിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ കുണ്ടു കൊത്തിയിട്ട് സൈഡ് വെള്ളം മഴ കുറച്ച് കഴിഞ്ഞിട്ട് വേണം പുറത്തെടുത്ത് വെക്കണ്ടെങ്കിൽ. അത് വെച്ചിട്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ നോക്കുക. എല്ലാവരും നിങ്ങളെ ഒരൊറ്റൊരു സബ്ബും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി എനിക്ക് കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉപകാരമാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്ന കഴിയുന്നതായിട്ടല്ല. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ സഹകരിക്കണം.